Hi all, welcome to once. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് 8085 മൈക്രോ പ്രോസസ്സറിന്റെ ചെറിയ ടോപ്പിക്കായ ഫംഗ്ഷൻ ഓഫ് 8085 ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. സോ ബിഫോർ 8085 പറയുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ മൈക്രോ പ്രോസസ്സർ? മൈക്രോ പ്രോസസ്സർ ബൈ ഡെഫിനിഷൻ നോക്കിയാൽ ഇറ്റ് ഈസ് എ മൾട്ടിപർപ്പസ് പ്രോഗ്രാമബിൾ ക്ലോക്ക് ഡ്രിവൺ രജിസ്റ്റർ ബേസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ്. ഇപ്പം എന്താണ് ഈ ഓരോ ടേം ബൈ ടേം പറയുന്നത്? മൾട്ടിപർപ്പസ് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സർ ക്യാൻ പെർഫോം വേരിയസ് കൈൻഡ് ഓഫ് ഫങ്ഷൻസ്, അതായത് നമ്പർ ഓഫ് ഫങ്ഷൻസ് അതിന് പെർഫോം ചെയ്യാവുന്നതുകൊണ്ടാണ് ഇറ്റ് ഇസ് ടേംഡ് മൾട്ടിപർപ്പസ്. പ്രോഗ്രാമബിളോ, ദാറ്റ് മീൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും അവർ പെർഫോം ചെയ്യുന്നത്, ആ ഒരു ടാസ്ക് ആയിരിക്കും അവർ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കതിന് പ്രോഗ്രാമബിൾ എന്ന് പറയുന്നത്. അതേപോലെ ക്ലോക്ക് ഡ്രിവൺ എന്ന് പറയുമ്പോഴോ, മൈക്രോ പ്രോസസ്സറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു റിക്വയർ എ ക്ലോക്ക്. ആ ഒരു ആക്ടിവിറ്റി അതിന് നടക്കുന്നത് കൊണ്ടാണ്, അതായത് സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസും സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് യു ക്യാൻ കോൾ ഇറ്റ് ഇസ് എ ക്ലോക്ക് ഡ്രിവൺ ഡിവൈസ്. അതേപോലെ രജിസ്റ്റർ ബേസ്ഡ് എന്ന് പറയും. അപ്പോൾ രജിസ്റ്റർ ബേസ്ഡ് എന്ന് ഇവിടെ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കിയാൽ നമ്മൾ രജിസ്റ്റർ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൈക്രോ പ്രോസസ്സറിന് ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പോസിബിൾ ആയത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മൾട്ടിപർപ്പസ് പ്രോഗ്രാമബിൾ ക്ലോക്ക് ഡ്രിവൺ രജിസ്റ്റർ based electronic device is called a microprocessor. അപ്പോൾ നമ്മൾ നോക്കുന്ന മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് 8085 മൈക്രോ പ്രോസസ്സർ. എഗെയിൻ ഇറ്റ് ഈസ് എ 8-bit മൈക്രോ പ്രോസസ്സർ. 8-bit ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് നമ്മുടെ ഈ 8085 മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. 8-bit എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് പ്രോസസ്സിങ്, അത് പ്രോസസ്സ് ചെയ്യുന്നത് 8-bit ഓഫ് ഡാറ്റയാണ് അറ്റ് എ ടൈം അത് പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് 8-bit മൈക്രോ പ്രോസസ്സർ. ഓക്കെ, അതേപോലെ പിൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ 40 പിൻ ഡിവൈസ്. നമ്മുടെ 8085 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 40 പിൻ ഡിവൈസ് വിത്ത് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻലൈൻ പാക്കേജിംഗ് ആണ്. ഇതിന്റെ പാക്കേജിംഗ് ഇസ് ഡ്യുവൽ ഇൻലൈൻ പാക്കേജിംഗ്. നമ്മൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അറിയാം, നമുക്ക് എത്ര പിൻ ഡിവൈസ് ആണെന്ന് ചോദിക്കാം, അതിൻ്റെ പാക്കേജിംഗ് സ്റ്റൈൽ എങ്ങനത്തെയാണെന്നൊക്കെ ചോദിക്കാം. അതേപോലെ ഇതിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുന്നത് 8085 മൈക്രോ പ്രോസസ്സേഴ്സ് ഇസ് ഡെവലപ്ഡ് ബൈ ഇന്റൽ ആണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ അതൊരു 8-bit മൈക്രോ പ്രോസസ്സർ ആണ് ആൻഡ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് വിത്ത് NMOS ടെക്നോളജി. ഏത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്? ഇങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് 8085 എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ 8-bit മൈക്രോ പ്രോസസ്സർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 8-bit മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പ്രോസസ്സിങ്, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് 8-bit ഓഫ് ഡാറ്റയാണ് അറ്റ് എ ടൈം ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡാറ്റ ബസ് എന്ന് പറയുന്നത് 8-bit ആണ്. ദാറ്റ് ഈസ് 8 ലൈൻസ് ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? D0 to D7 വെച്ചിട്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഡ്രസ് ബസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ 16-bit അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16-bit ആണ്. നമ്മൾ 16-bit ഡയറക്റ്റ് അത് പ്രോസസ്സ് ചെയ്തെടുക്കുകയല്ല, അത് നമുക്ക് ഹയർ ഓർഡറും ലോവർ ഓർഡർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഹയർ ഓർഡർ ബസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര പോസിബിൾ ആണ്? 64 KB ആണ് അഡ്രസ്സ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് അത് ഡിനോട്ട് ചെയ്യുന്ന ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? A0 to A15. അതിൽ A0 to A7 എന്ന് പറയുന്നത് ലോവർ ഓർഡറും A8 to A15 എന്ന് പറയുന്നത് ഹയർ ഓർഡർ അഡ്രസ്സുമായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി ഉള്ളത് എന്താണ്? ഈ ലോവർ ഓർഡർ അഡ്രസ്സും ഈ ഡാറ്റ നമ്മൾ പറഞ്ഞല്ലോ, ഡാറ്റ എന്ന് പറയുന്ന 8-bit ആണ്. ആ ഡാറ്റയും ലോവർ ഓർഡർ അഡ്രസ്സും നമ്മൾ മൾട്ടിപ്ലക്സ് ചെയ്തിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പിൻ ഡയഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ആൻ 8085 മൈക്രോ പ്രോസസ്സർ. 8085 എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻ ഓഫ് എ മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ബേസിക്കലി മൈക്രോ പ്രോസസ്സർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. എന്തൊക്കെയാണത്? ഇൻപുട്ട് റീഡ്, ഔട്ട്പുട്ട് റൈറ്റ്, മെമ്മറി റീഡ് ആൻഡ് മെമ്മറി റൈറ്റ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ ഇൻപുട്ട് റീഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഔട്ട്പുട്ട് റൈറ്റ് ചെയ്യുന്നുണ്ട്, മെമ്മറി റീഡ് ചെയ്യുന്നുണ്ട്, മെമ്മറി റൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് 4 ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഈ ഇൻപുട്ട് റീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ പാർട്ടിൽ നമ്മുടെ മൈക്രോ പ്രോസസ്സർ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്,
ഔട്ട്പുട്ട് ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു മെമ്മറി യൂണിറ്റും ഉണ്ട്. ഈ ഒരു ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ, അതായത് എന്താണ് ഈ ഫങ്ഷൻസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ദിസ് ആസ് അതായത് ഈ നമ്മുടെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന യൂണിറ്റ് വിച്ച് ഇസ് കണ്ടെയ്നിങ് ഒരു ALU ഉണ്ട്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ പ്ലസ് കൺട്രോൾ യൂണിറ്റ്. ഈ 3 യൂണിറ്റ്സ് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിനെ നമ്മളൊരു കൊറിയർ സർവീസ് സെൻറ്റർ ആയിട്ട് കണക്ട് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇത് നമ്മുടെ ഒരു കൊറിയർ സർവീസ് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ മൈക്രോ പ്രോസസ്സർ. അപ്പോൾ മൈക്രോ പ്രോസസ്സർ ഇപ്പോൾ കൊറിയർ സെൻറ്ററിലേക്ക് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അയാളുടെ കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് വേറൊരാൾക്ക് പാസ് ചെയ്യാൻ. അതായത് ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ നിന്ന് B എന്ന് പറയുന്ന ഒരു യൂണിറ്റിലേക്ക് ഇവിടെ നിന്ന് അയാൾ സെൻഡ് ചെയ്യാൻ പോകുന്ന ഗിഫ്റ്റ് ബോക്സ് ഇപ്പുറത്തെത്തിക്കുക എന്നതാണ് എയിം എന്ന് പറയുന്നത്, ഈ മൈക്രോ പ്രോസസ്സറിൻ്റെ എയിം. അതിന് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഈ മൈക്രോ പ്രോസസ്സർ ആ ഗിഫ്റ്റ് പോയി കളക്ട് ചെയ്യണം. അതിനെന്ത് വേണം? ദിസ് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ ആ കൊറിയർ സെൻറ്റർ റിക്വയർസ് ദ അഡ്രസ് ഓഫ് ദ സെൻറ്റർ. സെൻറ്ററിൻ്റെ അഡ്രസ്സ് അറിയണം, അവിടെ ചെന്നിട്ട് എന്ത് വേണം? ആ ഡാറ്റ അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് ബോക്സ് കളക്ട് ചെയ്യണം. അപ്പോൾ അത് തന്നെ കളക്ട് ചെയ്തത് എങ്ങോട്ടാണ് തിരിച്ചു കൊണ്ടിരുന്നത്? കളക്ട് ചെയ്യാൻ പോയതിന് ശേഷം അത് നമ്മൾ തിരിച്ച് നമ്മുടെ കൊറിയർ സെൻറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡാറ്റ നമ്മുടെ മൈക്രോ പ്രോസസ്സറായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഡാറ്റ എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ യൂണിറ്റ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് A എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ പോയി നമ്മൾ ഗിഫ്റ്റ് ബോക്സ് കളക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ഏതാണ് നമ്മുടെ അഡ്രസ്സ് എന്നുള്ളത് നമ്മൾ വിളിച്ചന്വേഷിച്ചു. അഡ്രസ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്രസ്സ് ചോദിച്ചു. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ നമ്മുടെ ഒരു സ്റ്റാഫിനെ വിട്ടു. അവിടെ നിന്ന് എന്താണ്? ആ സ്റ്റാഫ് ആ ഗിഫ്റ്റ് ബോക്സ് കളക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ സെൻറ്ററിൽ കൊണ്ടുവച്ചു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് എഗെയിൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആ നമ്മുടെ സെൻറ്റർ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കുക. എഗെയിൻ നമുക്ക് അഡ്രസ്സ് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് കറക്റ്റായിട്ട് ഈ B എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എത്തിച്ചതിന് ശേഷം എന്താ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്? നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സ് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് സൈഡിലേക്കായിരിക്കും ഡാറ്റ എന്ന് പറയുന്നത് ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കേസ് നമ്മളിത് പറഞ്ഞു, ഡാറ്റ കളക്ട് ചെയ്തു, അത് നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് അതുകൊണ്ട് ലോഡ് ചെയ്തു. സോ ഡാറ്റ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇപ്പോൾ സപ്പോസ് നമ്മുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞു പോയി, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് ഇത്തിരി ദൂരമുള്ള സ്ഥലത്തായിരുന്നെങ്കിൽ ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൈം കഴിഞ്ഞു, വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ടെമ്പററി ആയിട്ട് നമ്മൾ ആ ഡാറ്റേനെ, അതായത് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിനെ ടെമ്പററി ആയിട്ട് നമ്മളിവിടെ സ്റ്റോർ ചെയ്യണം. അപ്പം മൈക്രോ പ്രോസസ്സറിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ആ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ മെമ്മറി എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ടെമ്പററി ആയിട്ട് നമ്മൾ ഇവിടെ മെമ്മറിയിൽ അത് പ്ലേസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് ആ ഡാറ്റ, അതായത് നമ്മുടെ ഗിഫ്റ്റ് തിരിച്ച് നമ്മൾ കളക്ട് ചെയ്ത് മെമ്മറിയിൽ നിന്ന് തിരിച്ച് കളക്ട് ചെയ്യുകയാണ്. മെമ്മറി എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. സോ അവിടെ നമ്മൾ കളക്ട് ചെയ്തു, തിരിച്ച് നമ്മുടെ പ്രൊസസ്സറിൽ എത്തിച്ചു. എഗെയിൻ എന്താണ്? നമ്മൾ അഡ്രസ്സ് അന്വേഷിച്ചു, തിരിച്ച് നമ്മുടെ എവിടെയാണോ ഡെസ്റ്റിനേഷൻ പോയിന്റ് അവിടെ ആ ഡാറ്റ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി വരുന്ന ഫങ്ഷൻസ് ഇതാണ്. ആദ്യമേ എന്താണ്? ഇപ്പം എന്ത് നോക്കിയാലും നമ്മൾ അഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഡ്രസ്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമായിരിക്കും ഫങ്ഷനിങ് പ്രോപ്പർ ആവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻസ് നോക്കിയാൽ എന്താണ്? ആദ്യമേ എന്താ ചെയ്തത്? ഡാറ്റ കളക്ട് ചെയ്തു, അത് തിരിച്ച് ഡാറ്റ കളക്ട് ചെയ്തത് മൈക്രോ പ്രോസസ്സറിൽ വെക്കുന്നു. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് അപ്പോൾ തന്നെ നമ്മൾ ഡാറ്റ ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ടെമ്പററി ആയിട്ട് മെമ്മറിയിൽ കുറച്ച് നേരത്തേക്ക് പ്ലേസ് ചെയ്യാം, തിരിച്ചത് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് പിന്നെയും നമുക്ക് അതിന് ഔട്ട്പുട്ട് ഡിവൈസ്, നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഡിവൈസിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ മെമ്മറി എന്ന് പറയുന്നതിൽ നമ്മൾ ബൈ ഡയറക്ഷനിൽ കൊടുക്കുന്നത്. ബൈ ഡയറക്ഷനിൽ ഇവിടെ നോക്കിയാൽ 2 ഡയറക്ഷനിലും പോസിബിൾ ആണ്. ആദ്യം നമ്മൾ ഇങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യും നമ്മുടെ ഡാറ്റ കുറച്ച് നേരത്തേക്ക്, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും അതിനെ റിട്രീവ് ചെയ്യുകയാണ്. അപ്പോൾ ബൈ ഡയറക്ഷനിലാണ് മെമ്മറി യൂണിറ്റിലേക്കുള്ള അഡ്രസ്സിങ്. അതേപോലെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡാറ്റ എവിടെ നിന്നാണ് വരിക? ഗിഫ്റ്റ് ബോക്സ് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? ഇൻപുട്ട് ഡിവൈസ്, അതായത് ഏത് പറയുന്ന ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് പറയുന്നതായിരിക്കും ഇൻപുട്ടാണ്. സോ അവിടെ നിന്ന് വരുന്നത് സിംഗിൾ ഡയറക്ഷനാണ്, ആൻഡ് ദാറ്റ് ഇസ് ടു ദ മൈക്രോ പ്രോസസ്സർ. അപ്പുറത്താണെങ്കിലോ ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിലോ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രം മൈക്രോ പ്രോസസ്സർ ആയിരിക്കും നമ്മുടെ സിഗ്നലിംഗ് പോകുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇനി നമ്മുടെ ഫങ്ഷൻസ് റിലേറ്റ് ചെയ്താൽ എന്താണ്? ഈ ഡാറ്റ ഇൻ എന്ന് പറയുന്നത്
ഈസ് അവർ ഇൻപുട്ടിന് നമ്മൾ അല്ലെങ്കിൽ റീഡിങ് ഫ്രം ഇൻപുട്ട് ഡിവൈസ്. എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഇവിടെ നിന്ന് പോയി നമ്മൾ ആ ഡാറ്റയെ റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റീഡ് ചെയ്തിട്ടാണ് തിരിച്ച് പ്രോസസ്സറിൽ വെക്കുന്നത്. ആ ഒരു പ്രോസസ്സ്, അതായത് ഡാറ്റ ഇൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് റീഡിങ് ഫ്രം ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് റീഡ് എന്ന് സിമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ. സിമിലർലി ഡാറ്റ ഔട്ട്. ഡാറ്റ ഔട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡാറ്റ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റൈറ്റിംഗ് ഇൻ ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് അവിടെ കൊണ്ട് നമ്മുടെ ഗിഫ്റ്റിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റൈറ്റിംഗ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം അതിനെ? ഔട്ട്പുട്ട് റൈറ്റ്. ഇനി എന്താണ്? ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസും കൂടി ഉണ്ട് അല്ലേ? വേറെ ഏതൊക്കെയാണ് രണ്ട് ഫംഗ്ഷൻസ്? അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞു, ഇൻപുട്ട് റീഡ് കഴിഞ്ഞു, ഔട്ട്പുട്ട് റീഡ് എന്താണെന്ന് നമുക്ക് ഇപ്പം മനസ്സിലായി. ഇനിയുള്ളത് എന്താണ്? മെമ്മറി റീഡ് ഉണ്ട്, അതേപോലെ മെമ്മറി റൈറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്ത് കുറച്ച് സമയത്തേക്ക് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ടെമ്പററി നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യാൻ പോകണം. ആ ടെമ്പററി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടല്ലേ നമ്മൾ സിഗ്നലിംഗ് പോകുന്നപ്പോൾ മെമ്മറിയിലേക്ക് പോയി അത് ടെമ്പറലി സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറിയിലേക്ക് അതിനെ റൈറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഫംഗ്ഷനായ മെമ്മറി റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുന്നത്. സിമിലർലി എന്താണ്? നമ്മൾ അടുത്ത ദിവസം വന്നു ആ ഡാറ്റ അവിടെ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരത്തേക്ക് നമ്മൾ ടെമ്പറലി ആ ഗിഫ്റ്റ് ബോക്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ വർക്കിംഗ് ടൈം കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പററി പ്ലേസ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് അതിനെ വീണ്ടും അതെടുത്ത് ചെക്ക് ചെയ്യാണ്, റീഡ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റേനെ വീണ്ടും ആ ഗിഫ്റ്റ് ബോക്സ് തിരിച്ച് നമ്മൾ മെമ്മറി പ്രോസസ്സറിലേക്ക് കളക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ പ്രോസസ്സിന് എന്ത് പറയുന്നത്? മെമ്മറി റീഡ്. ആ ഡാറ്റേനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഔട്ടിലേക്ക് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുന്നത്. സോ നമുക്ക് ഇതിന് ആ ഒരു പ്രോസസ്സിനെ നമുക്ക് മെമ്മറി റീഡ് എന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? കീബോർഡ് വരും, മൗസ് വരും, അങ്ങനെയുള്ള ഡിവൈസസ് ആയിരിക്കും ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത്. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ മോണിറ്റർ ആകാം, പ്രിന്റർ ആകാം, അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് മെമ്മറി? മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി റോം ആവാം അല്ലെങ്കിൽ റാം ആകാം. സോ റോം എന്ന് പറയുന്നത് എന്താണ്? റീഡ് ഓൺലി മെമ്മറി. നമുക്ക് ആ മെമ്മറിയിൽ നിന്ന് റീഡിങ് പ്രോസസ്സ് മാത്രമായിരിക്കും പോസിബിൾ. നമുക്ക് റൈറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. വേറാസ് ഇൻ കേസ് ഓഫ് റാം, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നതിൽ നമുക്ക് റീഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ബേസിക്കലി ജസ്റ്റ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്തത് നമ്മുടെ മൈക്രോ പ്രോസസ്സർ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറിൻ്റെ ഫങ്ഷനാലിറ്റീസിൽ വരുന്ന ഇൻപുട്ട് റീഡ്, ഔട്ട്പുട്ട് റൈറ്റ്, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നോക്കിയത്. അപ്പോൾ ബേസിക് ആയിട്ട് സിമ്പിളായിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കൺസെപ്റ്റ് മനസ്സിലാക്കാം എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇപ്പോൾ തന്നത്. സോ ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അതിൻ്റെ പിൻ ഡയഗ്രാം ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.